ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോർണിംഗ് റൂട്ടീൻ ഒന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ ഡെലിവറിക്ക് ശേഷം ഉണ്ടായിരുന്ന ഹെയർ ഫോള് ഞാൻ ഈ ഒരൊറ്റ സാധനം യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, ചിയാ സീഡ്. അപ്പം ഞാനൊരു കപ്പ് വെള്ളത്തിൽ ഒരു 2 ടീസ്പൂണോളം ചിയാ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ തിളച്ച സമയത്ത്, അതായത് കയ്യിലിങ്ങനെ വെക്കുമ്പോൾ ഒരു നൂൽപ്പരുവ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയുള്ള സമയത്ത് തന്നെ അത് ഓഫാക്കുക. അപ്പോൾ ചൂടോടെ തന്നെ നമ്മൾ അരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് അരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടില്ലാതെ അരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, തുണി കെട്ടിയിട്ട് പിഴിഞ്ഞെടുക്കേണ്ടി വരും. അപ്പം ഇത് ലോ ഫ്ലെയിമിലിട്ടാട്ടോ ഞാനിങ്ങനെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അപ്പാടെ തന്നെ ഞാൻ അരിച്ചെടുക്കുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ച് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവാൻ നിന്നാലും നമുക്ക് അരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, തുണി കെട്ടി പിഴിഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് ഇത് ലോ ഫ്ലെയിമിൽ തിളച്ച പാടന്നെ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതുപോലെ അരിപ്പയിൽ ഞാൻ അരിച്ചെടുക്കുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധനം മാത്രമാട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റത്തേന് ഞാൻ നമ്മളൊരു പ്രസവ കുളികലുണ്ടായിരുന്നില്ലേ, അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തേന് എനിക്ക് അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെയായിരുന്നു 2 മാസം കഴിഞ്ഞ് മൂത്ത മോളും ചെറിയ ആളും ഞാൻ ഹസ്ബൻഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഒന്നും നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലോണം ഹെയർ ഫാള്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് ഇനി ഞാൻ ഇതിലേക്ക് 2 ക്യാപ്സ്യൂളാട്ടോ നമ്മളെ വൈറ്റമിൻ യൂസ് ചെയ്യുന്ന. എനിക്ക് നല്ല ലെങ്ത് ഉണ്ട് മുടിക്ക്. ഞാൻ മുടി പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അടി കോലുപോലെയായിട്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്നേരം. അപ്പം പിന്നെ ഞാൻ എപ്പോഴും 2 ക്യാപ്സ്യൂൾ എടുക്കും കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നല്ലോണം തണിഞ്ഞിട്ടാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചൂടോടെ തലയിൽ യൂസ് ചെയ്യേണ്ട, നല്ലോണം തണിഞ്ഞ ശേഷം നമ്മളെ സ്കാൽപ്പിലാട്ടോ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്കാൽപ്പിൽ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ 2 ആളെൻ്റെ അപ്പുറം നിൽക്കുന്നുണ്ട് കേട്ടോ, അവരോട് ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. അപ്പം ഫുള്ള് സ്കാൽപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലും അല്ല ഹെയറിലും അപ്ലൈ ചെയ്താൽ നമ്മളെ ഹെയറിൻ്റെ സ്പ്ലിറ്റ്നെസ് എനിക്ക് കുറയുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. സ്പ്ലിറ്റ്നെസ് കുറയും. പിന്നെ അതുപോലെ തന്നെ മുടി നല്ല നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷന് പോകണമെങ്കിൽ നമ്മൾ ഷാമ്പിട്ട് അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇത് യൂസ് ചെയ്താൽ നല്ല തിക്കായിട്ട് തോന്നും. നമ്മൾ മുടി എപ്പോഴും നല്ല തിക്കായിട്ട് നല്ല വൃത്തിയിൽ നിൽക്കുന്ന മാതിരി എനിക്ക് തോന്നാറുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യമല്ല കേട്ടോ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിലെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുമ്പം എനിക്ക് തണുപ്പ് പറ്റാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ മുടിയിൽ അധികം പരീക്ഷണങ്ങളൊന്നും ഇതുപോലെ തണുപ്പില്ല ചെയ്യാറില്ല, കാരണം എനിക്ക് തണുപ്പ് പറ്റൂല. അപ്പം ഇത് ഒരു അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഒരു 10 മിനിറ്റ് മാത്രമേ ഇത് തലയിൽ വെച്ച് വെക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. ഞാൻ ഇത് കുറേ സമയം വെച്ചിരുന്ന ടൈമിൽ എനിക്ക് ഇയറിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കുറച്ച് കാലം നിർത്തി. പിന്നെ രണ്ടാമതും ഹെയർ ഫോൾ വന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം പിന്നെ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ അധികം ഞാൻ അന്നേരം പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂറോളം തലയിൽ വെക്കുമായിരുന്നു. അപ്പോൾ ചെറിയ ആളില്ല സമയമില്ല. അപ്പോൾ നേരത്തെ തടവ് വെച്ചാലും ടൈം കിട്ടുമ്പോൾ മാത്രമേ ഞാൻ കുളിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോഴും ഞാൻ കഴുകി കളയാറുണ്ട്. അപ്പം ഒരാഴ്ചയിൽ 3 പ്രാവശ്യം തടയാത്തില്ല, നല്ല എഫക്റ്റ്. നമുക്കൊരാഴ്ച തടവുമ്പം തന്നെ അതിൻ്റെ ഒരു മാറ്റം ഫീൽ ചെയ്യും. എനിക്കാണെങ്കിൽ ഹെയർ വളർന്നിട്ടും ഉണ്ടായിരുന്നു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ നല്ലോണം ഹെയർ തിക്കായി തോന്നിയിട്ടും ഉണ്ടായിരുന്നു. പൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് പറയാമെന്ന് വെച്ചത്. ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോൾ. അങ്ങനെ താളിയും കാര്യവും അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ തന്നെ എനിക്ക് നല്ലൊരു പിന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ആദ്യം ഇതുപോലത്തെ വീഡിയോയിലും കണ്ടതിന് വെച്ചു ഇതൊന്നും അത്ര എഫക്റ്റ് ആവില്ല എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ യൂസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നല്ല സാധനമാണെന്ന്.
അപ്പം പിന്നെ ഇത് ഫുൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഹെയർ മൊത്തം ഇതുപോലെ ഇതാക്കിയ ശേഷം ഞാനൊരു 10 മിനിറ്റ് എല്ലാം ആക്കി കഴിഞ്ഞ് കെട്ടി വെക്കോട്ടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് കെട്ടി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് അതായത് മസാജ് ചെയ്യാൻ ടൈമിലുള്ളവരാണെങ്കിൽ നല്ലോണം ഒന്ന് മസാജും ചെയ്ത് കൊടുക്കാം. നമ്മുടെ തല മുഴുവനൊന്നും നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. എനിക്കിത് പറട്ടാൻ തന്നെ ടൈം കിട്ടുന്നുണ്ടാവില്ല, കാരണം ചെറിയ ആളും വലിയ ആളും അപ്പുറത്തുനിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനനുസരിച്ച് ഞാനൊന്ന് ഓരോന്ന് പറഞ്ഞു പറയട്ടെ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൊക്കെ. ഹെയർ ഫാൾ ഉള്ളവർ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ഇത് ട്രൈ ചെയ്തൊക്കെ, നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്